മനുഷ്യ സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ. അന്തരീക്ഷ മലിനീകരണം, ശബ്ദമലിനീകരണം, ജലമലിനീകരണം, വനനശീകരണം തുടങ്ങി മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പരിപാടികളാണ് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ അന്നു മുതൽ നടപ്പിലാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പ്രധാന പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഒന്നാണ് 2014 ഒക്ടോബർ 2 ആരംഭിച്ച സ്വച്ഛ് ഭാരത് മിഷൻ. ഗ്രാമീണ മേഖലകളിൽ വൃത്തിയുള്ള ശൗചാലയങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 2019 വരെയുള്ള കണക്കനുസരിച്ച് 12 കോടി ശൗചാലയങ്ങളാണ് രാജ്യത്ത് നിർമ്മിച്ചത്. 2018 തുടങ്ങിയ ഗോബധൻ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് സാമ്പത്തികമായി മുന്നേറ്റം നൽകുന്നതുകൂടിയായി. കന്നുകാലികളുടെ ചാണകവും കാർഷിക മാലിന്യവും കമ്പോസ്റ്റ്, ബയോഗ്യാസ് പോലുള്ള വിലപ്പെട്ട വിഭവങ്ങളാക്കി മാറ്റുന്നതിലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്വച്ഛ് ഭാരതത്തിലൂടെയും ഗോബർധനിലൂടെയും ഇന്ത്യ പുതിയ നാഴികക്കല്ലുകൾ സൃഷ്ടിച്ചു. നദീ സംരക്ഷണം തന്റെ ചുമതലയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമാമി ഗംഗെ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ഗംഗയുടെ വർദ്ധിച്ചുവരുന്ന പാരിസ്ഥിതിക തകർച്ചയ്ക്ക് പരിഹാരം കൂടിയായി നമാമി ഗംഗെ പദ്ധതി. സൗരോർജ്ജത്തിനും ഗ്രീൻ ഹൈഡ്രജനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിരവധി പദ്ധതികളാണ് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയത്. PM സൂര്യഘർ യോജന, PM കുസും ഉജ്ജ്വല പദ്ധതി, PM സൂര്യഘർ മുക്തി ബിജിലി യോജന തുടങ്ങിയവ ഇവയിൽ പ്രധാനമാണ്. കാർബൺ ഉദ്വമനം കുറയ്ക്കുക, ഊർജ്ജ ലഭ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ സാമ്പത്തിക ശാക്തീകരണം വളർത്തുക എന്നിവയാണ് ഈ ശ്രമങ്ങളുടെ ലക്ഷ്യം. 2024-25 സാമ്പത്തിക വർഷത്തിൽ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ ഗണ്യമായ മുന്നേറ്റമാണ് നടത്തിയത്. ഇന്ത്യയുടെ ശുദ്ധമായ ഊർജ്ജ പുരോഗതി, സൗരോർജ്ജം, കാറ്റാടി ഊർജ്ജം, ആണവ ഊർജ്ജം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. വൃത്തിയുള്ളതും ഹരിതവുമായ ഒരു ഭാവിയോടുള്ള രാജ്യത്തിന്റെ ശക്തമായ പ്രതിബദ്ധതയാണ് ഈ പുരോഗതി പ്രതിഫലിക്കുന്നത്. രാജ്യത്തെ വനമേഖലയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയത്. ലോകത്തിലെ ആദ്യത്തെ അന്തർഭൂഖണ്ഡാന്തര വന്യ മാംസഭോജി ട്രാൻസ്ലൊക്കേഷൻ പദ്ധതിയാണ് പ്രോജക്ട് ചീറ്റ. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ദീർഘകാല സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയായി 2020 ഓഗസ്റ്റ് 15 പുറത്തിറക്കിയ പ്രോജക്ട് ലയൺ. രാജ്യത്തെ കടലോരങ്ങളെ നവീകരിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ പദ്ധതി 2018 മുതൽ നിലവിൽ വന്നു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ജൂൺ 5 ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഏക് പേഡ് മാം കെ നാം. ഡൽഹിയിലെ ബുദ്ധജയന്തി പാർക്കിൽ ഒരു ആൽമരം നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. പരിസ്ഥിതി ഉത്തരവാദിത്വവും അമ്മമാർക്കുള്ള ഹൃദയംഗമായ ആദരവും സംയോജിപ്പിക്കുന്ന ഒരു അതുല്യ സംരംഭമാണിത്. ആഗോള കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ മുന്നേറി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പരിസ്ഥിതി സംരക്ഷണത്തോടുകൂടിയ അടിസ്ഥാന സൗകര്യ വികസനമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്ര. കേദാർനാഥ്, ഹേമകുണ്ട് സാഹിബ് റോപ്വേകൾ പോലുള്ള പദ്ധതികൾ പുരോഗതിയുടെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും സന്തുലിത കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നമ്മുടെ ഭൂമി ഒന്നാണ്, പക്ഷേ നമ്മുടെ ശ്രമങ്ങൾ പലതായിരിക്കണം. സുസ്ഥിര വികസനം വിദൂര സ്വപ്നമല്ല, മറിച്ച് കൈവരിക്കാനാകുന്ന യാഥാർത്ഥ്യമാണെന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ 11 വർഷത്തെ യാത്ര തെളിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.